ഈ ഭീഷ്മരുടെ ജന്മത്തിൽ അദ്ദേഹം ഈ അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. ഈ സ്വേച്ഛാധിപത്യ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്നു. ഈ വസു അങ്ങനെ പരാമർശമില്ല. പക്ഷേ ഒന്നുണ്ട്, തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് കാണിക്കുന്നതാണ് ആ കഥ. വസിഷ്ഠൻ്റെ പശുവിനെ പിടിച്ചുകൊണ്ട് പോകും. ആരും ചെയ്യുന്നതല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. വീട്ടിൽ ചെന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോരുന്ന വഴിക്ക് ചെടിയിൽ നിന്നൊരു പൂ ഞൊട്ടിക്കൊണ്ട് പോരും. അതൊന്ന് പറിച്ചു തരണം എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ പറിച്ചു കൊടുക്കില്ലായിരിക്കും. എന്നാലും ഒരു പൂ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നതിന് പകരം അവർ വാതിലടച്ചു എന്ന് ഉറപ്പാകുമ്പോൾ, നമ്മൾ ഇറങ്ങി വാതിലടച്ചു എന്ന് ഉറപ്പാകുമ്പോൾ ചെടിയുടെ കഴുത്തിന് പിടിച്ച് ഒരു മുരുക്കി അതുകൊണ്ട് ചിലപ്പോൾ ചെടി പറഞ്ഞിട്ടുണ്ടാകും അടി. അതുപോലത്തെ ഒരു പ്രവൃത്തിയാണ്. അവിടെ വന്ന് വലിയ അതിഥി സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ച് അതിഥിയായിട്ട് വന്നയാൾ പോകുന്ന സമയത്ത് അവിടുത്തെ പശുവിനെ അഴിച്ചുകൊണ്ട് പോരുക. അത് സാധാരണ പശുവല്ല. സാധാരണ പശുവിനൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഈ അസാധാരണമായ പശുവിനെ എന്ന് വെച്ചാൽ എന്താണ്? ധനം അപഹരിക്കാൻ താല്പര്യമുള്ള പൂർവ്വസ്വഭാവത്തോടു കൂടിയ ആൾ എന്നാണ് അതിൻ്റെ ധ്വനി. ഇവിടെ ആ ധന അപഹരണ സ്വഭാവം ഏത് തരത്തിൽ രൂപം മാറി? ത്യാഗത്തിൻ്റെ തരത്തിലേക്ക് ഒരൊറ്റ രൂപമാറ്റമാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പശുവിനെ അപഹരിച്ചുകൊണ്ട് പോകുന്ന ആ ദുസ്വഭാവത്തിൻ്റെ ബീജം അന്തർഭൂതമായി കിടക്കുന്നത് നമുക്ക് നിപുണ ദൃഷ്ടികൾ കൊണ്ട് നോക്കുമ്പോൾ കാണാം. അതുകൊണ്ട് എല്ലായിടത്തും ഈ ത്യാഗം വെച്ചുകൊണ്ട് അദ്ദേഹം വിലപേശും. തൻ്റെ ത്യാഗങ്ങൾ എപ്പോഴും അത് എല്ലാവരുടെ അടുത്തും അത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ദുര്യോധനൻ പറഞ്ഞു, രാജാവ് ഞാനാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പിന്നെ ഇങ്ങനെ ത്യാഗം ചെയ്യുന്നയാൾക്ക് അന്നൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. വീടുപേക്ഷിക്കുക, നാടുപേക്ഷിക്കുക, സ്വജനങ്ങളെ ഉപേക്ഷിക്കുക, ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ആളുകൾ പിന്നെ കാട്ടിൽ പോയി വാനപ്രസ്ഥം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. ഭീഷ്മരുടെ കുടുംബത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. ശന്തനുവിന് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ദേവാഭി എന്നാണ് ആ ജ്യേഷ്ഠൻ്റെ പേര്. ശന്തനു രണ്ടാമത്തെ മോനാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അവകാശി എന്ന് വെച്ചാൽ ഭീഷ്മരുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, ശന്തനുവിൻ്റെ മൂത്തപുത്രൻ, ശന്തനുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, പ്രദീപൻ്റെ മൂത്തപുത്രൻ. അയാൾക്ക് ചെറിയ ത്വഗ്രോഗം ഉണ്ടായിരുന്നു. അതാണ് ഈ പാണ്ഡുവിലേക്ക് വരുന്നത്. ചെറിയൊരു ശുത്രം, വെള്ളപ്പുള്ളി, ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഞാൻ നിയമപ്രകാരം, പാരമ്പര്യ നിയമപ്രകാരം ഞാൻ രാജാവാകുന്നതിന് വളരെ വിദൂരമായ ഒരു പ്രതിബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട. രാജ്യം വേണ്ടതുകൊണ്ട് പിന്നെ അദ്ദേഹം അവിടെ താമസിക്കുകയല്ല ഉണ്ടായത്. അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ രാജ്യം ത്യജിച്ചവനാണേ, എനിക്കത് കൊണ്ടുപോവാ, എനിക്കിത് കൊണ്ടുപോവാ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുക, എന്നേക്കാൾ ത്യാഗിയായ മറ്റൊരാൾ ആരുണ്ട്? എന്നേക്കാൾ ഉത്തമനായ പുരുഷനെ കൊട്ടാരത്തിൽ വേറെ ആര്? ഈ ഭാരതവർഷത്തിൽ എന്നേക്കാൾ വലിയ ത്യാഗി ആര്? എന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചുകൊണ്ടല്ല അദ്ദേഹം നടന്നത്. ഈ പിള്ളേരുടെ ജോലിക്ക് വേണ്ടിയുള്ള ടെസ്റ്റിന് ചോദിക്കാൻ പറ്റിയ തരത്തിലുള്ള ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ദേവാഭി എന്ന് പറയുന്ന പ്രദീപൻ്റെ മൂത്തപുത്രൻ അവിടെ നടന്നില്ല. അദ്ദേഹം പറഞ്ഞു, രാജ്യം എനിക്ക് വേണ്ട, അതുകൊണ്ട് കൊട്ടാരം ഉപേക്ഷിക്കുന്നു, രാജ്യം ഉപേക്ഷിക്കുന്നു, ഈ രാജധാനി ഉപേക്ഷിക്കുന്നു, ഞാൻ കാട്ടിലേക്ക് വന്നു. കാട്ടിൽ പോയി തപസ് ചെയ്ത് കാട്ടിൽ കിടന്ന് കാട്ടുതീ പിടിച്ച് ചത്തു. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ്റെ നിസ്സാരതാബോധത്തെ സംബന്ധിച്ചും തൻ്റെ ജീവിതം മറ്റൊരു പുഴുവിൻ്റെയോ ഒരു പുല്ലിൻ്റെയോ ജീവിതം പോലെ തന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു ജീവിതമാണ് എന്ന് സ്വയം ധരിക്കാനുള്ള ഔന്നത്യം വേണം.